സമയത്ത് ഇങ്ങനെ പല രീതിയിലും നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളുണ്ട്. അതിലൊന്നും ഉമ്മമാര് പെങ്ങന്മാര് പെട്ടുപോകരുത്. നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. മറ്റുള്ളവരോടൊരു മറുപടി പറയുമ്പോൾ വരെ ഖുർആൻ ഉമ്മമാരെ ഉണർത്തിയത് എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? അന്യ പുരുഷന്മാര് അന്യ സ്ത്രീകളോട് സംസാരിക്കുമ്പോ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോ എങ്ങനെ മറുപടി പറയണം? വഖുൽന ഖൗലം മഅറൂഫാ. നേരത്തെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കൃത്യമായി ശരിക്കുള്ള നന്മയുള്ള വാക്ക് പറയണം. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചുകൂടാ. വിധേയപ്പെട്ട രീതിയിൽ ഒരു വാക്കും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഖൽബില് രോഗമുള്ള ആള് ആശിച്ചു പോകും. വർത്താനം പറയാൻ പറ്റിയ പെണ്ണാണ്, പിറ്റേന്നും അതേ നേരം നോക്കി വിളിക്കാൻ തുടങ്ങും. ആണുങ്ങളില്ലാത്ത ഭർത്താക്കന്മാരില്ലാത്ത നേരത്ത് കോളുകൾ വരും. അറിയാതെ സംസാരത്തിൽ വീണുപോകും. ആദ്യഘട്ടത്തില് സംസാരമാണ്, പിന്നെയോ പിന്നെ ദർശനമാണ്, പിന്നെയോ പിന്നെ സ്പർശനമാണ്. പിശാച് ഒരാണും പെണ്ണും ചെറിയൊരു ടച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമനായി വർത്തിക്കുന്ന ആള് ശൈത്താനാണ്. അവൻ ബാക്കിയുള്ളതിന് വേഗത കൂട്ടും. സ്പർശനവും ദർശനവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് കഴിയാൻ പ്രേരണ കൂട്ടും. അപ്പൊ സ്വന്തം വിലങ്ങ് തടിയായി നിൽക്കുന്ന ഭർത്താവുണ്ട്, മക്കളുണ്ട്, രണ്ട് ഭാഗത്തുമുണ്ട്. രണ്ടാളും തീരുമാനിച്ചു പോയി അവരെ കൊന്നുകളയുക തന്നെ. അങ്ങനെയല്ലേ അവസാനം എത്തിച്ചേർന്നത്? പല ദുരന്തങ്ങളും സാക്ഷിയായത് അങ്ങനെയല്ലേ സഹോദരങ്ങളെ? എന്തിനാ ഭർത്താവിനെ കൊന്നത്? മറ്റൊരാളുമായിട്ട് ചെറിയൊരു ബന്ധത്തിലുണ്ട്, അയാളെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെട്ടു. അയാൾ ഒരു ദിവസമെങ്കിലും ചെലവ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നിലക്ക് ചെലവ് നടത്തിയ ആളാണോ? അല്ല. ഏതെങ്കിലും ഒരു നിലക്ക് സഹായിച്ച ആളാണോ? അല്ല. ഒരു മിനിറ്റ് കിന്നാരത്തിന്റെ പേരിൽ ജീവിതം തന്നെ തകർന്നുപോയി. നന്നായി സൂക്ഷിക്കാനാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തിയത്. ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലം മഅറൂഫാ. നല്ല വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കണം. അതിന്റെ അപ്പുറവും ഇപ്പുറവും പറയണ്ട. ഫോൺ കോൾ വന്നു. ഭർത്താവ് അപ്പുറത്ത് റൂമിൽ വിശ്രമിക്കാണ്. ഫോൺ അങ്ങനെ റിങ് ചെയ്യുന്നു. ആ ഫോണൊന്ന് എടുക്കട്ടെ എന്ന് എഴുതിയിട്ട് ഒരു സഹോദരി ഫോൺ എടുത്തു. എവിടുന്നാ? ഇന്ന ആളുണ്ടോ എന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളൂ, ചെറിയൊരു തിരക്കിലാണ്, കട്ട് ചെയ്താൽ മതി. വിശ്രമത്തിലാണ്, പിന്നെ വിളിച്ചോളൂ. പാകത്തത് പറഞ്ഞാൽ മതി. കുളിക്കാണ്, പിന്നെ വിളിച്ചോളൂ. ബാത്റൂമിലാണ്, പിന്നെ വിളിച്ചോളൂ. പറയേണ്ടത് പറഞ്ഞാൽ മതിയല്ലോ. ഭക്ഷണം കഴിക്കാണ്, കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളൂ. ആ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കെന്താ ജോലി? നിങ്ങളെ പേരെന്താണ്? ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? നല്ല സുഖാണോ ജീവിതം? ഹാപ്പിയാണോ? ഇതൊക്കെ ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആള് ഈ സംസാരങ്ങൾക്കൊക്കെ പിശാച്ചപ്പുറത്ത് കുയലൂത്ത് നടത്തി പ്രേരിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പിശാച്ചിന്റെ സമ്മർദ്ദം വരും. അതേ സമയം നോക്കി വിളിക്കാൻ, പിന്നത് കാണാൻ, പിന്നെ ബാക്കിയുള്ള രംഗങ്ങൾക്ക് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സംസ്കാരം, നമുക്ക് അല്ലാഹു നൽകിയ ഈമാനും തഖ്വയും ഇങ്ങനെ ചോർന്നൊലിക്കുന്നതാകരുത്. നമ്മൾ സൂക്ഷിക്കണം.